ഇത് നമുക്ക് ചാപ്റ്ററിന്റെ അവസാന ഭാഗമായിട്ട് പഠിക്കാനായിട്ടുള്ളത് റിലേറ്റീവ് വെലോസിറ്റി ആണ്. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. റെസ്റ്റും മോഷനും കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. അതോടൊപ്പം നമ്മൾ പഠിച്ചു ഒരു വസ്തുവിന് ഒരേ സമയത്ത് റെസ്റ്റിലും ആവാം മോഷനിലും ആവാം എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. എക്സാമ്പിൾ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ഉദാഹരണം പറയുകയാണ്. ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റോഡിൽ നിൽക്കുകയാണ്. ഈ റോഡിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ പാസ് ചെയ്ത് ഒരു കാറ് പോകുന്നു. ഒരു 90 km/h ഒരു കാർ നിങ്ങളെ പാസ് ചെയ്തങ്ങ് പോവുകയാണ്. 90 km/h വേഗതയിൽ പോകുന്ന ഒരു കാറിനെ വളരെ പെട്ടെന്ന് നമ്മളിൽ കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ശരിയാണല്ലോ. പക്ഷേ അതേ കാറ് തന്നെ, ഈ ഒരു കാർ തന്നെ 90 km/h പോകുന്ന കാറ് തന്നെ നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിച്ചു പോകുന്നു. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചു പോവുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. 70 km/h നമ്മൾ പോകുന്ന വാഹനം സഞ്ചരിക്കുന്നത്. ഈ വാഹനത്തിന് പുറകിൽ നിന്നും വരുന്നൊരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുന്നു. പുറകിൽ നിന്ന് വരുന്നൊരു വാഹനം നമ്മുടെ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ആ പോകുന്ന വാഹനത്തിന് 90 km/h ആണെന്ന് വിചാരിക്കുക. ഇപ്പോ ഈ ഒരു വാഹനം 90 km/h പോകുന്ന വാഹനത്തിന് നമ്മൾ പതുക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വാഹനത്തിൽ ഇരിക്കുന്ന ആളിന് വളരെ വ്യക്തമായിട്ട് ഈ 90 km/h സഞ്ചരിക്കുന്ന വാഹനത്തിനെ കാണാൻ പറ്റുന്നു. ഇതേ വാഹനം തന്നെയാണ് നമ്മൾ നിന്ന സമയത്ത്, നമ്മൾ അനങ്ങാതെ നിന്ന സമയത്ത് നമ്മളിൽ പാസ് ചെയ്ത് പോയപ്പോൾ വളരെ പെട്ടെന്ന് പാസ് ചെയ്ത് പോയത്. അപ്പോ ഒരു സമയത്ത് നമുക്ക് ഈ 90 km/h പോകുന്ന വാഹനത്തിന് വളരെ വേഗത ഉള്ളതായിട്ടും തോന്നി. രണ്ടാമത്തെ സാഹചര്യത്തിൽ ഈ വാഹനത്തിന് അത്രത്തോളം വേഗത ഇല്ല എന്നും തോന്നി. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി. എന്തുകൊണ്ടാണ്? റിലേറ്റീവ് വെലോസിറ്റി കൊണ്ടാണ്. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ വെലോസിറ്റി മറ്റൊരു വസ്തുവുമായി താരതമ്യം ചെയ്ത് പറയുന്നതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ വാഹനം 90 km/h പോയപ്പോൾ നമുക്ക് നിന്ന ഒരാളിനാണ് ഇത് 90 km/h പോകുന്നതായിട്ട് തോന്നിയത്. പക്ഷേ ഇതേ വാഹനം തന്നെ 70 km/h ഇരുന്ന് നമ്മൾ പോയപ്പോൾ ഈ വാഹനത്തിന് എത്ര സ്പീഡ് ഉള്ളതായി നമ്മൾ അറിഞ്ഞില്ല. 90 km/h ഉള്ളതായിട്ട് അറിഞ്ഞില്ല. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഒരു വസ്തുവിന്റെ വെലോസിറ്റി മറ്റൊരു വസ്തുവുമായി കമ്പയർ ചെയ്ത് പറയുന്നതിന് വിളിക്കുന്ന പേര് റിലേറ്റീവ് വെലോസിറ്റി. It is the velocity of one object with respect to another object. It is the velocity of one object with respect to another object എന്ന് പറയുന്നു. ഇനി ഇതിന്റെ കൺസെപ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കണം. ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത് ബോത്ത് മൂവ് ഇൻ സെയിം ഡയറക്ഷൻ. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ മറ്റൊരു കാറും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് എത്ര വേഗത ഉള്ളതായിട്ട് നമുക്ക് തോന്നും? 90 - 70 20 km/h വേഗതയിൽ നമ്മളെ അവൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്താ പറഞ്ഞത്? റിലേറ്റീവ് വെലോസിറ്റി രണ്ട് വസ്തുക്കളും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും. വെലോസിറ്റികളുടെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു വസ്തുവിന്റെ ഇതിനെ ഞാൻ എ എന്ന് വിളിക്കുന്നു. ഈ രണ്ടാമത് പോയ കാറിനെ ഞാൻ ബി എന്ന് വിളിച്ചാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ബിയുടെ വെലോസിറ്റി എയിൽ ഇരിക്കുന്ന ഒരാളിന് എത്രയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ബിയുടെ വെലോസിറ്റി എ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എയുടെ അകത്തിരിക്കുന്ന ഒരാളിന് ബിയുടെ വെലോസിറ്റി എത്രയാണെന്ന് പറയുന്നതാണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് VBA. VBAയുടെ ഇക്വേഷൻ എന്താണ്? ഇതിന്റെ വെലോസിറ്റി മൈനസ് ഇതിന്റെ വെലോസിറ്റി, VB മൈനസ് VA. കൂടുതലൊന്നും വേണ്ട. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് വൺ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജെക്ട്. ഇവര് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് വെച്ചാൽ എന്തായിരിക്കും? VBA എന്ന് വെച്ചാൽ VB മൈനസ് VA. സെയിം ഡയറക്ഷനിലാണ് പോണെന്നുണ്ടെങ്കിൽ വെലോസിറ്റികളുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. ഇനി ഇതേ കണ്ടീഷൻ തന്നെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ 70 km/h ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു. എതിർ ദിശയിൽ 90 km/h ഒരു വാഹനം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു കാറിൽ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനോ നല്ലപോലെ കാണാനോ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. വളരെ പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഈ ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാറിനകത്തിരിക്കുന്ന ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ ഈ എതിരിന് വരുന്ന വാഹനത്തിന്റെ വെലോസിറ്റി വളരെയധികം വലിയ വെലോസിറ്റിയായി അനുഭവപ്പെടുന്നു.
ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് വെലോസിറ്റി സെയിം ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, ബിയുടെ വെലോസിറ്റി എ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് വി ബി പ്ലസ് വി എ, രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. എത്രയായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി അനുഭവപ്പെടുന്നത്? 70 പ്ലസ് 90 സമം 160 km/h വേഗത നമുക്ക് അനുഭവപ്പെടുന്നു. ഒന്നും പറഞ്ഞില്ല. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു. സെയിം ഡയറക്ഷനിലാണ്, സോറി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വെലോസിറ്റികൾ ഡിഫറൻസ് എടുക്കുമെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വെലോസിറ്റികളുടെ സം എടുക്കുമെന്നും പറഞ്ഞു. ഇതിന് നോർമൽ ലൈഫിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അനുഭവപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഹനം 60 km/h റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ആ വാഹനത്തിന് പിന്നിലായിട്ട് ഒരു ബൈക്ക് വരുന്നു. ഒരു ബൈക്ക് വന്നിട്ട് ഇതിനെ ഒന്ന് ഇടിക്കുന്നു. ഈ ബൈക്ക് വരുന്നത് 65 km/h വിചാരിക്കുക. ബാക്കിൽ നിന്ന് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചെറിയ ആക്സിഡന്റേ ഉണ്ടാവും. കാരണം ഇവിടെ എത്രയാ വെലോസിറ്റി അനുഭവപ്പെടുന്നത്? ഡിഫറൻസ് ആണല്ലേ. 65 മൈനസ് 60, 5 km/h എഫക്റ്റേ ഉണ്ടാവൂ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ. എങ്ങനെയാണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ. ഇനി ഇതേ സിറ്റുവേഷൻ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിച്ചു നോക്കിയേ. ഒരു കാറ് ഇങ്ങനെ വരുന്നു. കാറ് വരുന്ന വേഗത 60 km/h. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബൈക്കോ മറ്റൊരു കാറോ വരികയാണെന്ന് വിചാരിച്ചു നോക്കി. ഒരു ബൈക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് 65 km/h. ഒരു വളരെ വലിയ ആക്സിഡന്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. കാരണം ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി വി ബി എ എന്ന് വെച്ചാൽ എന്തായിരിക്കും? രണ്ടുപേരുടെയും കൂടെ സം ആയിരിക്കും. 60 പ്ലസ് 65, 135 km/h എന്ന 125 km/h എന്ന റിലേറ്റീവ് വെലോസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. 125 km/h എന്ന വെലോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത് ഒരു വളരെ വലിയ ആക്സിഡന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഡയറക്റ്റ് ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ വളരെയധികം ഇഞ്ചുറി ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. മനസ്സിലാക്കുക, രണ്ട് വാഹനങ്ങൾ, അറിവിന് വേണ്ടി മാത്രം പറയുകയാണ്, രണ്ട് വാഹനങ്ങൾ, ഒരു വാഹനം വരുന്നത് 60 km/h, എതിരിന് വരുന്നൊരു വാഹനം വരുന്നതും 60 km/h വിചാരിക്കുക. ഇവർ പരസ്പരം ഡയറക്റ്റ് ഇടിച്ചു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി 120 km/h ഉണ്ടാവുന്നത്. ഇതിന്റെ അർത്ഥം ഒരു വലിയ ഭിത്തിയിൽ 120 km/h വാഹനം കൊണ്ട് ഇടിച്ചാൽ ഉണ്ടാവുന്ന ആക്സിഡന്റ് എത്രയാണോ അത് തന്നെയാണ് 60 km/h പോകുന്ന രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാൽ ഉണ്ടാവുന്ന ആക്സിഡന്റ്. എത്രത്തോളം തീവ്രമാണെന്നൂടെ മനസ്സിലാക്കുക. പറഞ്ഞതെല്ലാം രണ്ട് കണ്ടീഷൻ മാത്രം ഓർമ്മിച്ചു വയ്ക്കാൻ. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന ഡെഫിനിഷനും, സെയിം ഡയറക്ഷനിലാണ് പോണേന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡിഫറൻസ് എടുക്കുമെന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണേന്നുണ്ടെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ സം എടുക്കുമെന്നും പറയാൻ വേണ്ടി മാത്രം. ഇനി 2-3 കുഞ്ഞു കാര്യങ്ങൾ പറയുന്നു. ഒരു വാഹനം, കാറോ ബസ്സോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h. അതിൽ നിന്നും കുറച്ച് ദൂരെയായിട്ട് അടുത്തൊരു വാഹനവും പോവുകയാണ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h പോവുകയാണ്. ഇവർ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവന്റെ പൊസിഷൻ മാറുന്നതായിട്ടേ തോന്നില്ല. ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ റെസ്റ്റിലായി തന്നെ ഇരിക്കും. കാര്യം എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ഇത് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ വി ബി എ അല്ലെങ്കിൽ വി എ ബി എന്ന് വെച്ചാൽ എന്താണ്? വി ബി മൈനസ് വി എ ഈക്വൽ ടു 60 മൈനസ് 60 ഈസ് ഈക്വൽ ടു 0 km/h. രണ്ട് വസ്തുക്കൾ, രണ്ട് വാഹനങ്ങൾ, രണ്ട് ഒബ്ജക്ട്സ് സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. മാത്രമല്ല അവർ തമ്മിലുള്ള അകലം എപ്പോഴും കോൺസ്റ്റന്റ് ആയി തന്നെ നിൽക്കും. അത് കൂടത്തുമില്ല കുറയത്തുമില്ല. ഇഫ് ദ ഒബ്ജക്ട്സ് ആർ മൂവിങ് വിത്ത് 0 റിലേറ്റീവ് വെലോസിറ്റി, നമുക്ക് എന്ത് മനസ്സിലാവും? ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം കോൺസ്റ്റന്റും ആയിരിക്കും. ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ ആള് റെസ്റ്റിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇനി അവരുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ
ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്ലോപ്പാണ് വെലോസിറ്റി അല്ലേ. ഇപ്പൊ രണ്ടാൾക്കാർക്കും സെയിം വെലോസിറ്റി ആയത് കാരണം രണ്ടാൾക്കാർക്കും എങ്ങനെയായിരിക്കും, സെയിം സ്ലോപ്പ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഇത് എയുടേതാണെന്നുണ്ടെങ്കിൽ ഇത് ബിയുടേതായിരിക്കും. ഇത് കാണിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും വെലോസിറ്റി ആണ്. എയുടെ വെലോസിറ്റി ടൈം ഗ്രാഫും ഉണ്ട്, ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫും ഉണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ വരയ്ക്കുന്നു. എങ്ങനെയിരിക്കും, രണ്ടുപേർക്കും സെയിം സ്ലോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം രണ്ടുപേർക്കും സെയിം വെലോസിറ്റി ആണ്, സീറോ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഇവർ തമ്മിലുള്ള ഈ അകലം എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെ പോയി മെഷർ ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലറായി എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലത്. ഈ ഒരു ഡിസ്റ്റൻസ് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ എത്ര അറ്റം വരെ ഈ ഗ്രാഫ് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത് their ഡിസ്പ്ലേസ്മെന്റ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, കണ്ടീഷൻസ് പറഞ്ഞത് റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ആഡ് ചെയ്യുമെന്ന്, സെയിം ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി സബ്സ്ട്രാക്ട് ചെയ്യുമെന്ന്, റിലേറ്റീവ് വെലോസിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് പറയും. അടുത്ത പറയാൻ പോകുന്നത്, ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന് വെലോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇതിന് 70 km/h ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ കണ്ടീഷൻ, VA ഈസ് ഗ്രേറ്റർ ദാൻ VB. എന്ത് സംഭവിക്കും, കുറെ നേരം കഴിയുമ്പോൾ അവൻ അടുത്തടുത്തേക്ക് വരും, ചിലപ്പോൾ ഇവനെ ഇടിക്കും, ചിലപ്പോൾ ഇവനെ ഓവർടേക്ക് ചെയ്ത് പോകും. ശരിയാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അകലത്തിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാറിന്റെ അടുത്ത് വരുന്നത് വരെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാറിന് അടുത്ത് എത്തുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇല്ലായിരിക്കും. അതിനുശേഷം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടിക്കൊണ്ടിരിക്കും. നല്ലപോലെ ശ്രദ്ധിക്കാം, പുറകിൽ നിന്ന് വരുന്ന വസ്തുവിന് വെലോസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആദ്യം കുറഞ്ഞുകൊണ്ടിരിക്കും, അതിനുശേഷം 0 ആവും, അതിനുശേഷം പിന്നും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടീഷൻ VA ഈസ് ഗ്രേറ്റർ ദാൻ VB. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ദ ടൈം ഗ്രാഫ്, ആർക്കാ വെലോസിറ്റി കൂടുതൽ, എക്കാണ് വെലോസിറ്റി കൂടുതൽ. എക്ക് വെലോസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എക്ക് എന്തായിരിക്കും, എക്ക് സ്ലോപ്പ് കൂടുതലായിരിക്കും അല്ലേ. എക്ക് സ്ലോപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാ എയുടെ ഗ്രാഫ് ഇങ്ങനെ വരുന്നു, VA ഗ്രേറ്റർ ദാൻ VB. ഇത് എയുടെ ഗ്രാഫാണ്. രണ്ടാമതുണ്ടാവുന്ന ബിക്ക് വെലോസിറ്റി കുറവ് കാരണം അവന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ലോപ്പ് കുറവുള്ള ഗ്രാഫായിരിക്കും. ഇത് ബിയുടെ ഗ്രാഫ്. ഈ ഗ്രാഫുകൾ തമ്മിൽ നോക്കുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് മീറ്റ് ചെയ്യും, രണ്ടുപേര് തമ്മിൽ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വിളിക്കുന്ന പേര് മീറ്റിംഗ് ടൈം. ഇവിടെ വെച്ചൊരു പൊസിഷനിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നത്, അതിനെ വിളിക്കുന്ന പേര് മീറ്റിംഗ് പൊസിഷൻ. മീറ്റിംഗ് പൊസിഷൻ എന്ന് വിളിക്കുന്നു. ഗ്രാഫെല്ലാം നമ്മൾ പഠിച്ചതാണ്. സ്ലോപ്പാണ് എന്തിന് തരുന്നത്, വെലോസിറ്റിയെ തരുന്നത് നമുക്കറിയാം. എക്ക് വെലോസിറ്റി കൂടുതലായത് കാരണം അവന്റെ സ്ലോപ്പ് കൂടുതലും, ബിക്ക് വെലോസിറ്റി കുറവായത് കാരണം ബിയുടെ ഗ്രാഫ് സ്ലോപ്പ് കുറഞ്ഞുള്ള ഗ്രാഫുമായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കുന്ന, ഇതാണല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലോ ഇവരുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അത് ടൈം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. ഒരു ടൈമിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇല്ലായിരിക്കും, അതിനുശേഷം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് ടു ഒബ്ജക്ട്സ് മൂവിങ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഡിഫറെന്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണ് കൂടുതൽ വെലോസിറ്റി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർക്കാണ് കൂടുതൽ വെലോസിറ്റി, ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അവനായിരിക്കും കൂടുതൽ വെലോസിറ്റിയും, ആർക്കാണോ സ്ലോപ്പ് കുറവ് അവനായിരിക്കും കുറവ് വെലോസിറ്റിയും എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്, ഈ ഒരു കാറ് 60 km/h അവിടെ നിന്ന് ഇങ്ങോട്ടും, ഈ ഒരു കാറ് 60 km/h ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നതായിട്ട് സങ്കല്പിക്കാം. ബോത്ത് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ എങ്ങനെ വരും, പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ. ഒരാളിന്റെ വെലോസിറ്റി, റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആളിന്റെ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് എന്നും, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ആളിന്റെ വെലോസിറ്റി അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്തെന്നും എടുക്കുന്നു, നെഗറ്റീവ് എന്നും എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഒരാളിന് പോസിറ്റീവ് വെലോസിറ്റി ഉള്ളത്, ഒരാളിന് നെഗറ്റീവ് വെലോസിറ്റി ഉള്ളത്. ഈ പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ആളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും, ഇങ്ങനെ വരും അല്ലേ. ഇതാണ് എയുടെ ഗ്രാഫ്. നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ഒരാളിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും, വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഇതാണ് ബിയുടെ ഗ്രാഫ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 3 ഗ്രാഫുകൾ പഠിച്ചു.
ഏതൊക്കെയാണ് ആ 3 ഗ്രാഫ് നമ്മൾ പഠിച്ച 3 ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നതാ ഇങ്ങനെ പഠിച്ചു. ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്ന എല്ലാം. എ ബി എന്താ നമ്മൾ പറഞ്ഞത്? ദേ ബോത്ത് ആർ മൂവിങ് വിത്ത് സെയിം വെലോസിറ്റി, ദേ ഹാവ് സീറോ വെലോസിറ്റി. ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടില്ല, എപ്പോഴും പരസ്പരമുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയി തന്നെ ഇരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു അല്ലേ, ഇത് എയും ഇത് ബിയും വരച്ചു. എയും ബിയും ഇങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ദേ ബോത്ത് ആർ മൂവിങ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഇതിൽ ആർക്ക് കൂടുതൽ വെലോസിറ്റി? സ്ലോപ്പ് കൂടിയ ആളിന്. വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ്, പരസ്പരമുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞതിന് ശേഷം കൂടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ച ഗ്രാഫാണ്, എല്ലാം പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇങ്ങനൊരു ഗ്രാഫ് പഠിച്ചു. ഇത് എയുടേത്, ഇത് ബിയുടേതാണെങ്കിൽ എ മൂവ്സ് വിത്ത് പോസിറ്റീവ് വെലോസിറ്റി ആൻഡ് ബി മൂവ്സ് വിത്ത് നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇത് മൂന്നും റിലേറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫ് തന്നെയാണ്.